നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 2 മുതൽ മീനം രാശിക്ക്, മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി, മീനം രാശിക്ക് അല്പം സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 3:30 PM ചൊവ്വ കൂടി ജന്മത്തിൽ വരുന്നു. നേരത്തെ തന്നെ ശനിയും സൂര്യനും ഉണ്ട്, അതുതന്നെ ദോഷകരമാണ്. അതിനോടൊപ്പം ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 3:30 PM ചൊവ്വ കൂടി നിങ്ങളുടെ മീനം രാശിയുടെ ജന്മത്തിൽ, ലഗ്നത്തിൽ വരികയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ അപകടങ്ങൾ കരുതിയിരിക്കുക, വാഹനമൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക. പിന്നെ ഇത് ചൊവ്വയും ശനി യോഗം ചെയ്യുന്നത് ഏപ്രിൽ 2 തൊട്ട് മെയ് 11 വരെയാണ്. പിന്നെ ഇടയ്ക്ക് ഒരു ആശ്വാസമുള്ളത്, ഏപ്രിൽ 14 സൂര്യൻ രാശി മാറും. ഓക്കെ, മേടമാസമാകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ 3 പാപഗ്രഹങ്ങൾ, അതും അതിശക്തമായ പാപഗ്രഹങ്ങൾ, ശനി, സൂര്യൻ, ചൊവ്വ തുടങ്ങിയവ ജന്മത്ത് വരികയാണ്. കൂടാതെ 12ാം ഭാവത്തിൽ സർപ്പവും നിൽക്കുകയാണ്. അപ്പോൾ 4 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. പിന്നെ സൂര്യൻ ഏപ്രിൽ 14 രാശി മാറും. ഓക്കെ. കൂടാതെ ബുധനൊരു ശുഭഗ്രഹമാണ്. അതുകൊണ്ട് കാര്യമായ ദോഷമൊന്നും വരില്ല. എങ്കിലും ഏപ്രിൽ 10 നീചരാശിയായ മീനത്തിലേക്ക് ബുധൻ വരുന്നു. അപ്പോൾ അത് നീചരാശിയിലായതുകൊണ്ട് കുറച്ച് കൂടി പ്രശ്നമാണ്. പിന്നെ ആകെ അനുകൂലമായിട്ട് നിൽക്കുന്നത് ശിഖി, കേതു 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശുക്രനും അനുകൂലമാണ് ഈ കാലയളവിൽ. പിന്നെ ചന്ദ്രൻ പ്രതികൂലമാകുമ്പോൾ അതുകൂടി പ്രശ്നമാകും. അപ്പോൾ എന്തായാലും കുറഞ്ഞ പക്ഷം 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം കുറവാണ്. ഉള്ളത് തന്നെ ദുർബലമായിട്ടുള്ള, വലിയ സ്വാധീനം ചെലുത്താത്ത ഗ്രഹങ്ങളാണ്. അപ്പോൾ മീനരാശിക്കാർ ഈ കാലയളവിൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഏപ്രിൽ 2 തൊട്ട് ഏപ്രിൽ 14 വരെ. പന്ത്രണ്ടാം ഭാവത്തിൽ സർപ്പവും നിൽക്കുകയാണ്. ഓക്കെ. വ്യാഴം പറഞ്ഞതുപോലെ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ആകെയുള്ളത് പ്രധാനമായിട്ടും ശുക്രൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. കൂടാതെ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. കൂടാതെ ജന്മശനി ആയതിനാൽ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ നമ്മൾ ഈ പാപഗ്രഹങ്ങൾ മാത്രമല്ല, ബുധനും പ്രതികൂലമാണ് ഈ കാലയളവിൽ. കൂടാതെ ചന്ദ്രൻ കൂടി പ്രതികൂലമാകുമ്പോൾ വളരെയധികം ദോഷകരമാണ്. അപ്പോൾ ദോഷാധിക്യമുള്ള ഈ സമയം മറികടക്കാൻ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത് നിസ്സാരമായി സാധിക്കും. ഓക്കെ. കാരണം നമ്മൾ കൂട്ടുകൂടുന്നത്, കൈകോർത്ത് പിടിക്കുന്നത് ഈശ്വരനെയാണ്. ഓക്കെ. അപ്പോൾ എത്ര വലിയ ദുര്യോഗമുള്ള സമയമായാലും നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തന്നെ ശുഭകരമായി കലാശിക്കും. ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതെങ്ങനെ
ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കാം. ശാസ്ത്രീയമായിട്ട്, അതായത് ഏറ്റവും കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലി പരമാവധി നേട്ടങ്ങൾ നേടിയെടുക്കാം. അപ്പോൾ അത് ഒക്കെ അറിയാൻ ഞാൻ ഈ വീഡിയോയിൽ നീളത്തിൽ പറയുന്നില്ല, വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അത് ലഭിക്കാത്തവർ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക, നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങളൊക്കെ പരിഹരിക്കാം. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം, ദയവായി ഫോൺ വിളിക്കരുത്, മെസ്സേജ് അയക്കാം. ഓക്കെ, എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള മന്ത്രങ്ങൾ, എല്ലാ മന്ത്രങ്ങളും കൂടി നമ്മൾ കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട്, അതെല്ലാം കൂടെ ചൊല്ലാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ സെലക്ട് ചെയ്ത മന്ത്രങ്ങൾ മാത്രം, മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുള്ള മന്ത്രങ്ങളൊക്കെ തന്നെ, എന്നാൽ തന്നെയും അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടാത്തവർക്ക് തീർച്ചയായിട്ടും വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാനത് പരമാവധി നമ്മുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ മറുപടിയും പരിഹാരങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. മീനം രാശിക്കാർ, ചിങ്ങം രാശിക്കാർ, അതുപോലെ തന്നെ മേടം രാശിക്കാർക്കൊക്കെ തന്നെ വലിയ ദോഷങ്ങളാണ്. പക്ഷേ ഈ 3 പാപഗ്രഹങ്ങൾ ഒത്തുചേരുമ്പോൾ ഈ 12 രാശിക്കാർക്കും ദോഷം തന്നെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് നേട്ടം ഉണ്ടാക്കുന്ന രാശിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്, അതെല്ലാം കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.